സാമ്പത്തികമായി ചില പ്രയാസങ്ങളുണ്ടായപ്പോൾ ആ പ്രയാസങ്ങളുടെ ഭാഗമായി ചില കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് തടസ്സങ്ങൾ വന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ ഘട്ടത്തിൽ പോലും നമ്മുടെ നാട്ടിൽ കൃത്യമായി ഒരു കാര്യവും നടക്കരുത് എന്ന് ആഗ്രഹിച്ചവരുടെ ആഗ്രഹത്തിന് വിപരീതമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളമാകെ കൃത്യമായി കൊടുക്കുന്ന നില ഉറപ്പുവരുത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ജീവനക്കാർക്ക് അർഹതപ്പെട്ട DA അത് കൃത്യമായി ലഭിക്കുന്നതിന് പ്രയാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ വിഷമം എല്ലാ കാലത്തും ജീവനക്കാർക്ക് അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ഉറച്ച നിലപാട്. ഏറ്റവും അടുത്ത അവസരത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് സർക്കാർ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ പെൻഷൻകാരുടെ DRനും ഈ കാലയളവിൽ ചില പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ സർക്കാർ പെൻഷൻ കൃത്യമായി കൊടുത്തുവരുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. എന്നാൽ അതോടൊപ്പം അർഹതപ്പെട്ട DRും അവർക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ സാഹചര്യം അനുകൂലമായി മാറും എന്ന ഉറച്ച വിശ്വാസമാണ് സർക്കാരിനുള്ളത്. അതിൻ്റെ ഭാഗമായി ഒട്ടും കാലവിളംബമില്ലാതെ അവരുടെ പ്രശ്നവും പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് കൃത്യമായി പെൻഷൻ നൽകി വരുന്ന സർക്കാരായിരുന്നു LDF സർക്കാർ. 600 രൂപ 2016 കടലാസിലുണ്ടായിരുന്ന ആ പെൻഷൻ അന്ന് 1.5 വർഷത്തെ അടക്കം കുടിശ്ശിക നിലവിലുണ്ടായിരുന്ന അവസ്ഥ 2016 അധികാരത്തിൽ വന്ന ഉടനെ ആ കുടിശ്ശിക മുഴുവൻ തീർക്കുന്നതിനാണ് ആദ്യമേ തന്നെ തീരുമാനമെടുത്തത്. പിന്നീട് ആ നില മാറുന്നത് നാം കണ്ടു. 600-ൽ നിന്ന് വർധനവ്, അത് വർദ്ധിച്ച് 1600-ൽ എത്തി നിന്നു. ആ 1600 രൂപ ഓരോ മാസവും ആ പെൻഷൻ വാങ്ങുന്നവരുടെ കൈകളിലെത്തുന്നതിനായി കൃത്യമായി അവ വിതരണം ചെയ്യുന്നതിനായി പ്രത്യേക സംവിധാനവും സൃഷ്ടിച്ചു. പക്ഷേ ഒരു കാര്യവും കേരളത്തിൽ കൃത്യമായി നടത്താൻ വിടില്ല എന്ന് നിർബന്ധമുള്ളവർ ആ പ്രത്യേക സംവിധാനത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് നടപടികൾ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി അതിനുവേണ്ടി രൂപീകരിച്ച കമ്പനി എടുക്കുന്ന വായ്പ കൃത്യമായി സർക്കാർ തിരിച്ചടക്കുന്നതാണെങ്കിലും ആ വായ്പ സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി സർക്കാർ എടുക്കാൻ അവകാശപ്പെട്ട കടത്തിൽ കുറവ് വരുത്തും എന്ന നിലപാട് സ്വീകരിച്ചു. ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഇത് കൃത്യമായി നടക്കാൻ പാടില്ല. താൽക്കാലിക ആശ്വാസം അവർക്കുണ്ടായി. കാരണം കുറച്ച് മാസം അത് കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു എന്നത് എല്ലാവർക്കും അറിയാം. നേരത്തെ പറഞ്ഞ സുപ്രീം കോടതിയുടെ ഇടപെടലടക്കം വന്നപ്പോൾ എപ്പോഴാണോ നമ്മുടെ സാമ്പത്തിക നിലയിൽ
ചെറിയ മാറ്റം വരികയും സർക്കാരിൻ്റെ കൈകളിലേക്ക് പണം എത്തിച്ചേരുന്ന അവസ്ഥ വരികയും ചെയ്തത്. ആ ഘട്ടത്തിൽ ആദ്യമേ തന്നെ ആ പറയുന്ന പെൻഷൻ കൃത്യമായി കൊടുക്കുന്ന നടപടിയെടുത്തു. ഇപ്പോൾ ഓരോ മാസവും ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത്. അത് മുടക്കാമെന്ന ധാരണ ആർക്കും വേണ്ട. ചില സംഖ്യ കുടിശ്ശികയായി കിടക്കുന്നുണ്ട്. ഒന്നിച്ച് കൊടുത്തു തീർക്കാൻ ഇപ്പോഴുള്ള സാമ്പത്തിക പ്രയാസം കൊണ്ട് കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ, DAയുടെ പ്രശ്നം പറഞ്ഞതുപോലെ തന്നെ ആ കുടിശ്ശികയും ഞങ്ങൾ അതിവേഗം തന്നെ കൊടുത്തു തീർക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിലൊന്നും മനപ്പായസത്തോടെ ആളുകൾ കഴിയേണ്ട എന്നുള്ളത് കൊണ്ടാണ് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാര്യങ്ങൾ പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്.